ഈ UDF പ്രധാനപ്പെട്ട ആരോപണമായി ഉന്നയിക്കുന്ന ഈ ഡീൽ ഏർപ്പാടുണ്ടല്ലോ, അതിന് ഇടതുപക്ഷം നൽകുന്ന ഏറ്റവും നല്ല രാഷ്ട്രീയ മറുപടി നിയമത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. നമുക്ക് ഇനി വോട്ട് ഷെയർ നോക്കാം. 2011 ഇടതുമുന്നണിയുടെ വോട്ട് നില 42.99 ആയിരുന്നു. അത് 2016 ആകുമ്പോഴേക്കും അല്പം കുറയുന്നു. അവിടെയാണ് 41.39 അത് ഒരല്പം കുറയുന്നു. 2021 ഇടതുമുന്നണിയുടെ ലീഡ് നില വോട്ട് ഷെയർ വീണ്ടും കുറഞ്ഞു 38.24 ആകുന്നു. 2011 UDF 17.38, അത് 2016 അവിടെ മത്സരിക്കുന്നത് വി സുരേന്ദ്രൻ പിള്ളയാണ്. ഏറ്റവും ലോ ആയി മാറുന്നു 9.70. 2021 അവിടെ വീണ്ടും കെ മുരളീധരൻ മത്സരരംഗത്ത് വരുന്നു 25.1 അവിടെ UDF വോട്ട് ഷെയർ അവിടെ അല്പം ഉയരുന്നു. NDA 37.49 2009 വി ശിവൻകുട്ടി ജയിച്ച ആ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതെങ്കിൽ 2016 ആകുമ്പോഴേക്കും രാജഗോപാൽ വിജയിക്കുന്ന ആ തെരഞ്ഞെടുപ്പിൽ 47.46 അവിടുത്തെ വോട്ട് ഷെയർ NDA ഉയർത്തുന്നു. പക്ഷേ 2021 വീണ്ടും കുമ്മനം രാജശേഖരന് അടിതെറ്റുന്നു. അവിടെ NDA വോട്ട് വിഹിതം 35.54 SK. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വലിയ ഇപ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ പരസ്പര ആരോപണമുണ്ടല്ലോ, ഡീൽ ഓർ നോ ഡീൽ, അതിലായി ഡീൽ അതെ ഡീൽ ആരോപണത്തിൽ ഇടതുമുന്നണി ഏറ്റവും പ്രതിരോധിക്കാൻ വേണ്ടി ഏറ്റവും ശക്തമായി മുന്നോട്ട് വെക്കുന്ന മണ്ഡലമാണ് നേമം മണ്ഡലം. അവിടെ 2006 എനിക്ക് തോന്നുന്നു UDF ജയിച്ചപ്പോൾ ഏതാണ്ട് 60,000-ൽ പരം വോട്ടുണ്ടായിരുന്ന സ്ഥലത്ത് അവിടെ സുരേന്ദ്രൻ പിള്ള വന്ന സമയത്ത് അത് 13,000 വോട്ടുകളാണ് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ടും BJPക്ക് അല്ലെങ്കിൽ രാജഗോപാലിന് വിജയിക്കാൻ പാകത്തിൽ അവിടെ ഒരു സ്ഥാനാർത്ഥിയെ വെച്ചുകൊടുത്തു എന്നതാണ് ആ ആരോപണം. അപ്പോൾ ഇപ്പോൾ ഈ ഡീൽ ആരോപണം ഉന്നയിക്കുമ്പോൾ ഏറ്റവും ഫലപ്രദമായി രാഷ്ട്രീയമായി CPIM നിയമത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവിടെ BJPക്ക് ആകെ ഒരു അക്കൗണ്ട് തുറക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്ത നിങ്ങൾ ഡീലിനെ കുറിച്ച് ഞങ്ങളോട് പറയണ്ട എന്ന് പിണറായി ഇന്നും ഒരിക്കൽ കൂടി ഇട്ടാൽ അത് കുറച്ചുകൂടി വ്യക്തമാകും എന്നാണ്. യഥാർത്ഥത്തിൽ UDF സ്ഥാനാർത്ഥി ശബരിനാഥൻ എന്ന കാര്യം അവസാന ഘട്ടം വരെ ഉണ്ടായിരുന്നില്ല. കെ മുരളീധരന്റെ പേര് കേട്ടു. പിന്നെ പടയെന്ന് കേട്ടത് വൈഷ്ണവ് സുരേഷിന്റെ പേരും ജയസകലിന്റെ പേരൊക്കെയാണ്. നേരത്തെ ഗോചരൻ പറഞ്ഞ പോലെ ഈ വൈഷ്ണവ് സുരേഷ് ആണ് അവിടെ സ്ഥാനാർത്ഥിയെങ്കിൽ, ഞാൻ പറഞ്ഞ അവരൊന്നും കുറച്ച് കാണുന്നതല്ല, വൈഷ്ണവ് സുരേഷോ ജയസകലിനെ പോലെ ഒരു ജൂനിയർ കാൻഡിഡേറ്റ് ആണ് അവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നതെങ്കിൽ ഈ പറയുന്ന നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഈ ഡീലില്ലേ, ഈ ഡീൽ ആദ്യം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസിനെ രാഞ്ഞടിച്ചതിനെ നോക്കൂ, നിങ്ങൾ നിയമത്ത് അന്ന് സീറ്റ് ഉണ്ടാക്കിയ പോലെ ഇപ്പോഴും നിങ്ങൾ അവിടെ ഡീലാണ്. അത് കേരളം മുഴുവൻ അത് ചർച്ചയാവേണ്ടതാണ്. അതിൽ നിന്നും എന്തായാലും ശബരിനാഥൻ വരുന്നതോടുകൂടി അത് മാറുന്നുണ്ട്.